ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ചെറിയമ്മേ, ഇപ്പൊ സ്വർണം കാണാതായതിന്റെ പേരില് കുറ്റം ചാർത്തപ്പെട്ടിരിക്കുന്നത് ആരുടെ പേരിലാ? രാധികയുടെ പേരില്. സ്വന്തം അച്ഛനമ്മമാരെ കണിമംഗലത്തിന്റെ നടുത്തളത്തിൽ നിർത്തി അപമാനിച്ചതിന് അവള് പ്രതികാരം ചെയ്തു. ചന്ദ്രശേഖര എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. അതിനുള്ള ആളിനെ ഞാൻ ഇറക്കി. അയാളുടെ ഡിമാൻഡുകൾ സാധിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാ. അല്ലെങ്കിൽ ഞാൻ ഇതിനിടയിൽ നിൽക്കില്ല. സാർ ചുമ്മാതിരിക്കേ, ഞാൻ എന്തെങ്കിലും ഒരു വഴി നോക്കട്ടെ. സമ്പത്ത് കുമിഞ്ഞുകൂടി കിടക്കുകയാണല്ലോടോ കണിമംഗലത്ത്. ഒരരികിന്ന് അങ്ങ് പൊളിച്ചു തുടങ്ങ്. എന്നിട്ട് അടിവേര് കൂടി അങ്ങ് മാന്ത്. ഹലോ അമ്മേ, ഞാനിപ്പോ നമ്മുടെ CA സാറിനെ കണ്ടിരുന്നു. എന്തു പറഞ്ഞു? അയാള് കുറച്ച് പണത്തിന്റെ കാര്യം പറഞ്ഞു. വരുണിനെയും രാധികയും ഇല്ലാതാക്കാൻ ആ പ്രൊഫഷണൽ കില്ലറെ അറേഞ്ച് ചെയ്തത് അയാളല്ലേ? പണം അയാൾക്കാ. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ കൊണ്ട് പണം സംഘടിപ്പിക്കാൻ പറ്റുമോ? പണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ തിരിച്ചു പോകും. പിന്നെ രാധികയുടെയും വരുണിന്റെയും കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ ജയിലിലാണെന്ന് ആ CAക്ക് അറിയില്ലേ? അച്ഛനുണ്ടായിരുന്നെങ്കിൽ ആ പണം എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കായിരുന്നു. നീ അത് അയാളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. നമ്മൾ കാരണം ജോലി പോലും നഷ്ടപ്പെട്ട അയാൾ ഇരിക്കുന്നത്. ഒരു മാർഗവും ഇല്ലെങ്കിൽ എല്ലാം അവസാനിപ്പിക്കാം. തോറ്റു കൊടുക്കാം നമുക്ക്. അച്ഛനുണ്ടായിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ വാരി കോരി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ആവശ്യം വന്നപ്പോ ഒരാള് പോലും സഹായിക്കാനില്ല. അമ്മേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മുമ്പത്തെ പോലെ കണിമംഗലത്തെ ഷെൽഫിന്ന് ബാക്കിയുള്ള സ്വർണം കൂടി എടുത്ത് വിറ്റാലോ? എന്തൊക്കെയാടാ നീ പറയുന്നേ? ഇന്നാൾ നമ്മളെടുത്ത സ്വർണത്തിന്റെ പേരിൽ തന്നെ ഇവിടെ കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അമ്മേ, ആ കോലാഹലങ്ങള് അമ്മയുടെ പ്ലാനിംഗ് പോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ. പിന്നെന്താ? ഒന്നും നടക്കില്ല ഗൗതം. ഷെൽഫിന്റെ ചാവി ഇപ്പോ ഏട്ടത്തിയുടെ കയ്യിലാ. ഏട്ടത്തിയുടെ കയ്യിൽ നിന്നും അത് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അമ്മ ഒന്ന് ട്രൈ ചെയ്യമ്മേ. അച്ഛനെ പുറത്തിറക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ? രാധികയും വരുണും അവസാനിക്കണമെന്നും ആഗ്രഹമില്ലേ? ഉണ്ടെങ്കിൽ പണം കണ്ടെത്തിയേ പറ്റൂ. പിടിക്കപ്പെട്ട എന്താവൂന്നറിയോ? അമ്മ ചാവി സംഘടിപ്പിച്ച് തന്നാ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു. എന്നെ ആ കുടുംബത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കിയവരോട് എനിക്ക് പ്രതികാരം ചെയ്യേണ്ട അമ്മേ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എവിടെങ്കിലും പോയി ആത്മഹത്യ ചെയ്യും. മോനെ, നാണം കെട്ടിങ്ങനെ ജീവിക്കാൻ വയ്യമ്മേ. ഒരു തെരുവ് തണ്ടിയെ പോലെ ഇങ്ങനെ നടക്കാനും വയ്യ. അതിനേക്കാൾ നല്ലത് മരണോ? അമ്മ ഫോൺ വെച്ചോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ചാകാൻ വേണ്ടിയാണോ നമ്മൾ ഇത്രയും പിടിച്ചു നിന്നത്? ശരി, ഞാൻ എങ്ങനെയെങ്കിലും ഏട്ടത്തിയുടെ കയ്യിൽ നിന്നും ചാവി എടുക്കാം. എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ശരിയമ്മേ, ഈ പണം അയാൾക്ക് കൊടുത്താ അയാൾ അയാളുടെ ജോലി ചെയ്തിരിക്കും. രാധികയുടെയും വരുണിന്റെയും ജീവൻ ഇതോടെ അവസാനിക്കും, ഉറപ്പ്. എന്താ കൽപ്പന ചെയ്യ? ഏട്ടൻ ജയിലിലായതോടെ നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയാനുള്ളത് ഗൗതമിനോടാ.
എന്തെങ്കിലും ഒരു പിണക്കം തോന്നി അവൻ അവന്റെ വഴിക്ക് പോയാ നമ്മുടെ കാര്യം കഷ്ടത്തിലാവും. ഗൗതമിനെ പിണക്കണ്ട ചെറിയമ്മേ. നമ്മുടെ മനസ്സിലുള്ളതുപോലെ അവന്റെ മനസ്സിലും രാധികയോട് പകയുണ്ട്. അതാളി കത്തിക്കാൻ എന്ത് മാർഗം കിട്ടിയാലും അത് നമ്മൾ ചെയ്യണം. ഗൗതം പ്രതികാരം ചെയ്യട്ടെ. അവന്റെ അച്ഛന് വേണ്ടിയും നമുക്ക് വേണ്ടിയും അവന് വേണ്ടിയും ഒക്കെ ചെയ്യട്ടെ. ഷെൽഫിന്റെ താക്കോലെടുത്ത് കൊടുക്കാനാ ഇപ്പൊ അവൻ പറയുന്നേ. വീണ്ടും ഒരിക്കൽ കൂടി അത് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് വല്ലാത്ത പേടിയാവുക. ചെറിയമേ, ചെറിയമ്മ ധൈര്യമായിട്ട് അവന് താക്കോലെടുത്ത് കൊടുക്ക്. ഒരു തരി സ്വർണം പോലും ബാക്കി വെക്കാതെ മുഴുവൻ സ്വർണം അവൻ കൊണ്ടുപോയിക്കോട്ടെ. ഓ, അത് വലിയ പ്രശ്നമാവും കൽപ്പനെ. യോ, പ്രശ്നമാവണം. കുറ്റാന്വേഷകർ ഒരുപാടുണ്ടല്ലോ, അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. എന്റെ ചെറിയമ്മേ, ഇപ്പൊ സ്വർണം കാണാതായതിന്റെ പേരില് കുറ്റം ചാർത്തപ്പെട്ടിരിക്കുന്നത് ആരുടെ പേരിലാ? രാധികയുടെ പേരില്. സ്വന്തം അച്ഛനമ്മമാരെ കണിമംഗലത്തിന്റെ നടുത്തളത്തിൽ നിർത്തി അപമാനിച്ചതിന് അവള് പ്രതികാരം ചെയ്തു. ഷെൽഫിൽ ബാക്കിയുള്ള മുഴുവൻ സ്വർണവും അവൾ എടുത്തോണ്ട് പോയി. അങ്ങനെ ഒരു കുറ്റം അവളുടെ തലയിലേക്ക് വന്നാ പിന്നെ 10 ജന്മം വിചാരിച്ചാലും അതിന് പുറത്തു കിടക്കാൻ പറ്റുമോ? അതില്ല. ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടായ വേറെ ആര് ക്ഷമിച്ചാലും ഏട്ടത്തി ക്ഷമിക്കില്ല. ഏട്ടന്റെ തീരുമാനങ്ങൾ എപ്പോഴും ഏട്ടത്തി പറയുന്നതിനനുസരിച്ചാണല്ലോ. ഇതൊക്കെ സംഭവിച്ചാലും രക്ഷിക്കാൻ വേണ്ടി വരുൺ ഇറങ്ങും. പക്ഷെ അവന്റെ വായ അടഞ്ഞു പോവും. ഭാര്യയെ രക്ഷിക്കാൻ ഒരു വാക്ക് പോലും കിട്ടാതെ അവൻ കിടന്ന് വലയുന്ന നമുക്ക് കാണാം. എങ്കി ഞാൻ ഇന്ന് തന്നെ ചാവി എടുത്തു കൊടുക്കാം. അതോടെ തീരുമല്ലോ അവളുടെ കണിമംഗലത്തുള്ള വാസം. അതെ ചെറിയമേ, എന്നിട്ട് നമുക്കതൊന്ന് ആഘോഷിക്കണം. ആറ്റുവാശ്ശേരി ദേവനാരായണൻ തിരുമേനിയുടെ ദാരിദ്ര്യത്തിലേക്ക് അവൾക്ക് തിരിച്ചു പോവാം. അയാളുടെ 2 മക്കളും അയാളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതെ, 2 എണ്ണത്തിന്റെ വിവാഹവും കഴിഞ്ഞു. 2 എണ്ണത്തിനും ഭർത്താവുമായിട്ട് ജീവിക്കാൻ യോഗവും ഇല്ല. ചെറിയമ്മേ, എല്ലാം കഴിഞ്ഞിട്ട് ചെറിയച്ഛനെ കാണാൻ നമുക്ക് ജയിലിലോട്ട് പോവാം. അഴികൾക്കിടയിലൂടെ ആയാലും കുറച്ച് മധുരം കൊടുക്കാം. അതെ, ചന്ദ്രേട്ടന്റെ മനസ്സടങ്ങണം. അതിന് അവൾ ഒടുങ്ങി പറ്റൂ.